നമസ്കാരം. ഇന്ന് നമ്മൾ വില്ലേജ് അസിസ്റ്റൻറ്റിൻ്റെ 2017 ചോദ്യപേപ്പറാണ് നമ്മളൊന്ന് ചെയ്തു നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 2025 ചോദ്യപേപ്പറാണ് സോൾവ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങാൻ പോകുന്നു. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ 51 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങളാണ് മാത്സും റീസണിങ്ങും കൂടിയിട്ട്. ഇന്ന് നമ്മൾ 51 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കുക. -15ൻ്റെ ക്യൂബ്, 12ൻ്റെ ക്യൂബ്, 3ൻ്റെ ക്യൂബ്. ഈ ക്യൂബുകളാണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ -15ഉം 12ഉം 3ഉം. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ 15ഉം 12ഉം 3ഉം കൂടി ഗുണിക്കുക. എന്നിട്ട് 3 കൊണ്ട് ഗുണിച്ചാൽ -1620 എന്ന് കിട്ടുന്നു. ഒന്നും കൂടി പറയാം, -15 മൈനസ് ആൻസറിൽ ഇട്ടാൽ മതി. 15ഉം 12ഉം 3ഉം ഗുണിക്കുക. ആ കിട്ടുന്ന ആൻസറിനെ 3 കൊണ്ട് ഗുണിച്ചാൽ അതാണ് ആൻസർ. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം നോക്കാം. ഇനി -15ൻ്റെ ക്യൂബ്, 12ൻ്റെ ക്യൂബ്, 3ൻ്റെ ക്യൂബ്. ഇത് നമ്മൾ ഈ ക്യൂബാണ് ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യകൾ -15ഉം 12ഉം 3. ഇത് 3ഉം കൂടി കൂട്ടുക എന്ന് വെച്ചാൽ 12ഉം 3ഉം കൂട്ടി 15 15 കുറച്ചാൽ 0 വരും. അങ്ങനെ 0 വന്നാൽ ഇതിൻ്റെ ഫോർമുല 3ABC എന്നാണ്. അതായത് -15ഉം 12ഉം 3ഉം ഗുണിച്ചിട്ട് 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ -1620. 3 സംഖ്യകൾ കൂട്ടിയാൽ 0 കിട്ടിയെങ്കിൽ അതിൻ്റെ ക്യൂബുകൾ ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ മെയിൽ എന്നത് 7512 എന്നും ഹാം എന്നത് 216 എന്നും കോഡ് ചെയ്തിരിക്കുന്നു. ഇതേ രീതിയിൽ ഹോൾ എന്നത് എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ മെയിൽ എന്നുള്ളത് 7512, മെയിൽ 7512. ഹാം എന്നുള്ളത് 216 ഇങ്ങനെയാണെങ്കിൽ HALL എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു നിരീക്ഷണത്തിൽ എമ്മിൻ്റെ ചുവടെ 7 കിട്ടിയിട്ടുള്ളത്. ഇവിടെ എമ്മിൻ്റെ ചുവടെ 6. അപ്പോൾ അത് മാച്ച് ചെയ്യില്ല. അപ്പോൾ നെക്സ്റ്റ് വേർഷൻ എന്താ വെച്ചാൽ വെറുതെ നമ്പർ ഒന്ന് ഷഫിൾ ചെയ്യുക. 7512 എന്നുള്ളത് 2157 എന്നാക്കുക. അങ്ങനെയാണെങ്കിൽ ഇതും മാറ്റണം. 216 എന്നുള്ളത് 612 എന്നാക്കണം. അപ്പോൾ നോക്കൂ, എമ്മിൻ്റെ ചുവടെ ഇപ്പോൾ വന്നത് 2ആണ്. അതുപോലെ എമ്മിൻ്റെ ചുവടെ 2, അത് മാച്ച് ചെയ്യുന്നുണ്ട്. അഡീഷണലായിട്ട് കൺഫേം ആക്കാൻ എയുടെ ചുവടെ 1ആണ്, ഇവിടെ എയുടെ ചുവടെ 1ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ നമ്പർ, പുതിയ നമ്പർ. ആദ്യത്തെ നമ്പർ ഇനി വേണ്ട. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഹോൾ എന്താകുന്നതാണ്. അപ്പോൾ എച്ചിൻ്റെ ചുവടെ ഇവിടെ 6ആണ്. അപ്പോൾ നമുക്കിവിടെ 6 എന്ന് എഴുതാം. എയുടെ ചുവടെ 1ആണ്. അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 എന്ന് കൊടുക്കാം. എല്ലിന് 5 ആണ്. 5 ആയതുകൊണ്ട് അടുത്ത എല്ലിനും 5 ആണ്. ഇവിടെ നിർത്തിയാൽ പോരാ, നമ്മൾ ഇത് ഷഫിൾ ചെയ്തുകൊണ്ട് ഇതും ഷഫിൾ ചെയ്യണം. 6155 എന്നുള്ളത് 5516 എന്നാക്കണം. ഇതായിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 5516 എന്നുള്ളത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ റീസണിങ്ങിലെ ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 53 ആണ്. 200നും 500നും ഇടയ്ക്ക് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ്. അതിന് നമുക്ക് നേരിട്ട് ഒരു പെന്നോ പേപ്പറോ എടുക്കാതെ തന്നെ, ഏതായാലും നിങ്ങൾ ഒരു പെന്നും പേപ്പറും കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ ഒപ്പം ചെയ്തു പോകുമ്പോൾ കുറേ കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ചോദ്യം നമുക്ക് ഇത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. 200നും 500 എന്ന് പറഞ്ഞാൽ 500ൽ നിന്നും 200 കുറയ്ക്കുക. 500ൽ നിന്നും 200 കുറച്ചാൽ 300 എന്ന് കിട്ടുന്നു. ആ 300നെ 3 കൊണ്ട് ഹരിച്ചാൽ 100 എന്ന് കിട്ടുന്നു. 100 എന്നുള്ള ഓപ്ഷൻ ഇവിടെ സി ആണ്. അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. ഒന്നുകൂടി പറയാം. 300നും 500നും ഇടയ്ക്ക് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന എത്ര സംഖ്യകൾ എത്രയാണെന്ന് ചോദിച്ചാൽ 500ൽ നിന്നും 200 കുറയ്ക്കുക. 500ൽ നിന്നും 200 കുറയ്ക്കുമ്പോൾ 300 എന്ന് കിട്ടുന്നു. ആ 300നെ 3 കൊണ്ട് ഹരിച്ചാൽ 100 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം. 75 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ വാങ്ങിയ വില തന്നെ ലാഭശതമാനമായി.
വാങ്ങിയ വില ലാഭശതമാനമായി കിട്ടിയെങ്കിൽ വാങ്ങിയ വില എത്രയാണെന്ന് ചോദ്യം, കോസ്റ്റ് പ്രൈസ്. അപ്പോൾ വാങ്ങിയ വില എത്രയാണെന്നുള്ള ചോദ്യത്തിന് വാങ്ങിയ വില അവർ 4 ആൻസർ തന്നിട്ടുണ്ട്, 4 വാങ്ങിയ വിലകൾ തന്നിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ. അപ്പോൾ അതിൽ നോക്കൂ, 75 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓപ്ഷൻ ബി നോക്കൂ, 75 എന്ന്. അത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനാണ്. അപ്പോൾ 75 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 75 രൂപയ്ക്ക് വാങ്ങിയ ലാഭമല്ല, അതുകൊണ്ട് ഓപ്ഷൻ ബി ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഓപ്ഷൻ ബി വേണ്ട. ബാക്കി 3 ഓപ്ഷൻസാണുള്ളത്, ഒന്ന് എയും ഒന്ന് സിയും ഡി ആണ്. ഇതാണ് നിർണായകം. ഇതിൽ ഏത് ഓപ്ഷനാണ് ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് ചെയ്യാൻ സൗകര്യമുള്ളത് 50. അപ്പോൾ 50 രൂപയ്ക്ക് വാങ്ങി 75 രൂപയ്ക്ക് വിറ്റാൽ എന്താ സംഭവിക്കുക? 50 രൂപയ്ക്ക് വാങ്ങി 75 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 25 രൂപ ലാഭം കിട്ടും. അപ്പോൾ പകുതി ലാഭമാണ്. അതൊന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതായത് 50 രൂപയ്ക്ക് വാങ്ങുന്നു, കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില 50. ഇത് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാനുണ്ട്, നമ്മൾ ഉറപ്പായിട്ടില്ല. വാങ്ങിയ വില 50, വിറ്റ വില അവർ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, ആ വിറ്റ വിലയാണ് 75. അപ്പോൾ 50 രൂപയ്ക്ക് വാങ്ങി 75 രൂപയ്ക്ക് വാങ്ങിയ ഉറപ്പാണ്, ലാഭമാണ്. അപ്പോൾ ലാഭം എന്നുള്ളത് 25 രൂപയാണ്. ഇനി ലാഭ ശതമാനം, പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലാഭശതമാനത്തിൻ്റെ ഫോർമുല എന്താണ്? പ്രോഫിറ്റ്, ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇതാണ് ലാഭശതമാനത്തിൻ്റെ ഫോർമുല. അപ്പോൾ ലാഭം എന്നുള്ളതിന് 25 കിട്ടും, വാങ്ങിയ വില 50. 25/50 × 100 എന്ന് പറഞ്ഞാൽ 100ൽ 50 2 പ്രാവശ്യം പോവും. ആ 2ഉം ഈ 25 കൊണ്ട് ഗുണിച്ചാൽ 50 ആയി. അപ്പോൾ നോക്കൂ, ലാഭശതമാനം 50 കിട്ടി, വാങ്ങിയ വില 50. അപ്പോൾ വാങ്ങിയ വിലയെ ലാഭശതമാനം തുല്യമായത് കൊണ്ട് ഈ ഓപ്ഷനാണ് ശരി. അപ്പോൾ ഓപ്ഷൻ ഡി കറക്റ്റ് ഉത്തരം, ശരിയായ ഉത്തരമാണത്. അടുത്ത ചോദ്യം 55ാമത്തെ ചോദ്യമാണ്. ഒരു സംഖ്യയുടെ 1/3 അതേ സംഖ്യയുടെ 1/2 20 കുറവാണ്. ഈ സംഖ്യയുടെ 70% എത്ര? ഈ ചോദ്യത്തിൽ 1/3 1/2 20 അത് മാത്രം ഞാൻ എഴുതുന്നു. ആദ്യം ഒന്ന് നോക്കാം. 1/3 1/2 20 എഴുതുന്നു. അപ്പോൾ ഇതിന് 3 സംഖ്യയുണ്ട്, 3ഉം 2ഉം 20. ഇത് 3ഉം കൂടി ഗുണിച്ചാൽ 3 × 2 × 20 എന്ന് പറഞ്ഞാൽ 3 × 2 × 20 120 എന്ന് വരും. ഈ 120ൻ്റെ 70%, 120ൻ്റെ 70% എന്ന് പറയുമ്പോൾ 70/100 വരുമ്പോൾ ഈ മുകളിലെ 2 പൂജ്യവും താഴത്തെ 2 പൂജ്യവും കൂടി വെട്ടിക്കഴിഞ്ഞിട്ട് 12 × 7 എന്ന് കിട്ടും. 17 84. അപ്പോൾ ഓപ്ഷൻ 84 എവിടെ നോക്കാം? 55ാമത്തെ ഓപ്ഷൻ ബി ആണ് 84. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ചില ആളുകൾ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ വേണമെന്ന്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് എക്സ്പ്ലനേഷൻ എന്നുള്ള നിലയ്ക്ക് മുൻ വർഷത്തെ ഇതേ സമാന രീതിയിലുള്ളൊരു ചോദ്യം നോക്കാം. അതായത് ഒരാൾ അയാളുടെ സ്വത്തിൻ്റെ 1/3 ഭാഗം മകൾക്കും 1/4 ഭാഗം, 1/3 ഭാഗം മകൾക്കും 1/4 ഭാഗം മകനും കൊടുത്തപ്പോൾ മകൾക്ക് മകനേക്കാൾ 5 ലക്ഷം രൂപ അധികം കിട്ടി. അപ്പോൾ അയാളുടെ സ്വത്ത് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിവിടെ നേരത്തെ 3 2 20 എന്ന് പറഞ്ഞ പോലെ ഇവിടെ 3 സംഖ്യകളാണ്, 3 4 5. അപ്പോൾ 3 × 4 × 5, 3 × 4 12. ആ 12 5 കൂടി ഗുണിച്ച 60 ലക്ഷം. അപ്പോൾ ഇതാണ് അയാളുടെ ആകെ സ്വത്ത്. ഞാൻ ഒന്നുകൂടി ചോദ്യം പറയാം. ഒരാൾ തൻ്റെ സ്വത്തിൻ്റെ 1/3 ഭാഗം മകൾക്കും 1/4 ഭാഗം മകനും കൊടുത്തപ്പോൾ മകൾക്ക് മകനേക്കാൾ 5 ലക്ഷം രൂപ അധികം ലഭിച്ചതെങ്കിൽ അയാളുടെ സ്വത്ത് എത്രയെന്ന് വെച്ചാൽ 3 × 4 × 5, 3 × 4 × 5 60 ലക്ഷമാണ്. ഇതേപോലത്തെ ഒരു ചോദ്യം കൂടി നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇതും PSCയുടെ മുൻവർഷത്തെ ചോദ്യമാണ്. ഒരു സംഖ്യയുടെ 7ൽ 1 ഭാഗവും 8ൽ 1 ഭാഗവും തമ്മിലുള്ള വ്യത്യാസം 2 ആണെങ്കിൽ എന്തായിരിക്കും സംഖ്യ? ചോദ്യം വൺസ് അഗെയിൻ, ഒരു സംഖ്യയുടെ 7ൽ 1 ഭാഗവും 8ൽ 1 ഭാഗവും തമ്മിലുള്ള വ്യത്യാസം 2 ആണെങ്കിൽ സംഖ്യ എന്ന് വെച്ചാൽ 3 സംഖ്യകളുണ്ട് ഇവിടെ, 7ഉം 8ഉം 2ഉം. 7 × 8 എന്ന് പറയുന്നത് 56ആണ്. 56 × 2 പറഞ്ഞാൽ 56ൻ്റെ ഇരട്ടി 112 ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 56.
9 - 5 ഹരിക്കണം 8 - 3 ബ്രാക്കറ്റിൽ ഇൻറ്റു 2 + 6 ആണ്. അതിൻ്റെ വില എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കുക, ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഹരണം ഗുണനം അത്ര ആലോചിച്ചാൽ മതി. ബ്രാക്കറ്റ് ഹരണം ഗുണനം പ്ലസ് മൈനസ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണ് 8 - 3 എന്ന് പറയുന്നത് 5 ആണ്. ആ 5ഉം ഈ 5ഉം കൂടി ഹരിക്കുമ്പോൾ 1 എന്ന് കിട്ടുന്നു. പിന്നെ ഗുണനമാണ്, 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ 1 × 2 2. ആ 2 9ൽ നിന്നും കുറച്ചാൽ 7 എന്ന് കിട്ടും. ആ 7ഉം ഈ അവസാനത്തെ 6ഉം കൂടി കൂട്ടിയാൽ 7ഉം 6ഉം 13 ആണ്. അപ്പോൾ ശരിയായ ഉത്തരം 13, ഓപ്ഷൻ എ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. 8ൽ നിന്ന് 3 ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. 8ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 5. ആ 5ഉം ഈ 5ഉം കൂടി ഹരിക്കുമ്പോൾ 1 × 2 2. ആ 2 9ൽ നിന്നും കുറച്ചാൽ 7 കിട്ടും. ആ 7ഉം 6ഉം കൂടി കൂട്ടിയാൽ 13. കറക്റ്റ് ഓപ്ഷൻ ഈസ് എ. അടുത്ത ചോദ്യം 57ാമത്തെ ചോദ്യം. x = y raised to a, y = z raised to b, z = x raised to c ആയാൽ എ ബി സിയുടെ വില. ഇതൊരു ഡയറക്റ്റ് പ്രോബ്ലം കം ഫോർമുല ചോദ്യമാണ്. അതുകൊണ്ട് നിങ്ങളിത് ചെയ്യാൻ മെനക്കെടണ്ട. ഇതിൻ്റെ ആൻസർ ഒന്നാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക, എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതി. x = y raised to a, അതേ y തന്നെ സെഡിലേക്ക് കൊണ്ടുവരും, അതേ സെഡ് തന്നെ എക്സിലേക്കും കൊണ്ടുവന്നാൽ അവിടെ ഒരു സൈക്ലിക് ആയി. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ ഒന്ന് തന്നെയാണ്. ഇത് വേറെ രീതിയിൽ ചോദ്യം വരില്ല, ഇതിങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം 58ലേക്ക് പോകാം. 2 സംഖ്യകളിൽ ഒന്നാമത്തതിൻ്റെ 1/4 രണ്ടാമത്തെ സംഖ്യയോട് കൂട്ടിയപ്പോൾ രണ്ടാമത്തെ സംഖ്യയുടെ 3 ഇരട്ടി കിട്ടി. ഒന്നാമത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും തമ്മിലുള്ള അംശബന്ധം എത്ര? ചോദ്യം കേൾക്കുമ്പോൾ വല്ലാത്തൊരു മാതിരി ഉണ്ടാവും, പേടിക്കണ്ട. നമുക്ക് ഇതിലെ ചോദ്യത്തിലെ ചോദ്യം എന്താണ്? ഒന്നാമത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും തമ്മിലുള്ള അംശബന്ധം, ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ സംഖ്യ എത്രയാണ്, രണ്ടാമത്തെ സംഖ്യ എത്രയാണെന്നാണ് ചോദ്യത്തിൻ്റെ ആന്തരികമായ അർത്ഥം. അപ്പോൾ ആ റേഷ്യോ 4 ആൻസർ അവർ തന്നിട്ടുണ്ട്. 8:1, 1:4, 4:1, 1:8. അപ്പോൾ ഒന്നാമത്തെ സംഖ്യയുടെ ഒന്നാമത്തേൻ്റെ 1/4 ഭാഗമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നാമത്തെ സംഖ്യയും വലുതാണ്, രണ്ടാമത്തെ സംഖ്യ ചെറുതാണെന്ന് അപ്പം തന്നെ തീരുമാനമായി. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ വലുതാണെങ്കിൽ 8:1 ശരിയായിരിക്കാം. പക്ഷേ 1:4 തെറ്റാവും. ആദ്യത്തെ സംഖ്യ വലുതാവണ്ടേ, അപ്പോൾ 1:4 എന്നുള്ള ഓപ്ഷൻ ബി തെറ്റാണ്. അപ്പോൾ ഇത് 4:1 ഒന്നാമത്തെ സംഖ്യ വലുതാണ്, ഇത് ശരിയായിരിക്കാം, അത്രേ പറയുന്നുള്ളൂ. 1:8 അത് തെറ്റാണ്, ആദ്യത്തെ സംഖ്യ വലുതാവണം. അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ഇപ്പം തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ 2ൽ 1 ശരി എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം, ശരിയാണോ നമുക്ക് തീരുമാനിക്കാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 8:1. അപ്പോൾ ആദ്യത്തെ സംഖ്യ 8ഉം രണ്ടാമത്തെ സംഖ്യ 1 ആണെന്ന് വിചാരിക്കാം. ചോദ്യത്തിലെ പ്രകാരം 8ൻ്റെ 4 ഭാഗം, 8ൻ്റെ 1/4 ഭാഗം എന്ന് പറയുന്നത് 2ആണ്. ഇതിനോടുകൂടി രണ്ടാമത്തെ സംഖ്യ കൂട്ടണം. ഇതിനോടുകൂടി രണ്ടാമത്തെ സംഖ്യ കൂട്ടുമ്പോൾ 2നോടുകൂടി 1 കൂട്ടിയാൽ 3ആണ്. അത് 1ൻ്റെ 3 ഇരട്ടിയോ എന്നാണ് ചോദ്യം. ശരിയാണ്, 1ൻ്റെ 3 ഇരട്ടിയല്ലേ 3, 1 × 3 ശരിയാണ്. ഒന്നുകൂടി പറയാം, ആദ്യത്തെ സംഖ്യ 8ഉം രണ്ടാമത്തെ സംഖ്യ 1ഉം ആണ് വിചാരിച്ചതെങ്കിൽ ആദ്യത്തെ സംഖ്യയുടെ 1/4 ഭാഗം എന്ന് പറയുന്നത് 8ൻ്റെ 1/4 ഭാഗം 2ആണ്. അതിനോടുകൂടി രണ്ടാമത്തെ സംഖ്യയായ 1 കൂട്ടുമ്പോൾ 2 + 1 3 എന്ന് പറയുന്നത് 1ൻ്റെ 3 ഇരട്ടിയാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അതുകൊണ്ട് ഓപ്ഷൻ 8:1 ശരിയാണ്, അതായത് ഓപ്ഷൻ എ കറക്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ നേരത്തെ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓപ്ഷൻ എ ശരിയാണ്. ഒരുപാട് എക്സും വൈ ഇട്ട് ചെയ്യാതെ തന്നെ നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാം. ക്ലിയർ. അടുത്തത് ഒരു സീരീസാണ്, 1 4 7 8 13 12 9 ഡാഷ്. അപ്പോൾ നോക്കൂ, 1 3 4 4 3 7 7 1 8. അവിടെ തെറ്റിപ്പോയി, അവിടെ 3 കൂട്ടിയത്, അതുകൊണ്ട് ആ രീതി ശരിയല്ല. അപ്പോൾ പാറ്റേൺ കറക്റ്റായിട്ട് ശരിയല്ലെങ്കിൽ പിന്നെ നമ്മൾ 1 ഇടവിട്ടുള്ള സംഖ്യകൾ നോക്കിയാൽ മതി. അപ്പോൾ നോക്കൂ, 4 × 2 8, 8 × 2 4ൻ്റെ ഗുണിതങ്ങൾ 4 4 8 1 4 4 24 8 3 4 12 4 16. അപ്പോൾ ഓപ്ഷൻ സി ആണ്. അപ്പോൾ 1 ഇടവിട്ടുള്ള സംഖ്യകൾ നോക്കുമ്പോൾ ആ ഡാഷ് ഉള്ളത് രണ്ടാമത്തെയാണ്. അപ്പോൾ 4ൻ്റെ ഗുണിതങ്ങൾ 4 8 12, അടുത്ത ഗുണിതം 16 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.
ഇനി 60-ാമത്തെ ചോദ്യം കൂടി ചെയ്തിട്ട് തൽക്കാലം നമുക്ക് നിർത്താം. അതിൻ്റെ അടുത്ത വീഡിയോയിൽ ബാക്കി ഉള്ള അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ 60-ാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. ജോമെട്രിയിലെ ചോദ്യമാണ്.